അങ്ങനെ സത്യങ്ങൾ ദീപ്തി പുറത്തു കൊണ്ടുവരികയാണ്. വേദിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ശ്രീകാന്ത് സംസാരിക്കുന്ന ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തതിന് ശേഷം എല്ലാവർക്കും കാണിച്ചു കൊടുത്താകും ദീപ്തി സത്യം തെളിയിക്കുന്നത്. ശ്രീകാന്തിൻ്റെ കള്ളത്തരങ്ങൾ മനസ്സിലാക്കിയ ശങ്കരനാരായണൻ ശ്രീകാന്തിൻ്റെ കോളറിനെ പിടിച്ച് ദേഷ്യത്തിൽ ചോദിക്കുകയാണ്, നീ എവിടുന്ന് പഠിച്ചു ഇത്രയും വലിയ ഗുണ്ടായിസം? നിനക്ക് നാണമില്ലേ ഇങ്ങനൊന്നും ചെയ്യാൻ? അച്ഛാ അത് പിന്നെ അന്ന് ഞാൻ നിനക്ക് വാണിംഗ് തന്നതായിരുന്നില്ലേ? എന്നിട്ടിപ്പോൾ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? അച്ഛാ അത് ഞാൻ വേദയുടെ ഭാവി ഓർത്തിട്ടാണ് ഇതെല്ലാം ചെയ്തത്. ഒരാളെ കിഡ്നാപ്പ് ചെയ്ത് അയാൾക്ക് വേണ്ടി ഭീഷണിപ്പെടുത്തിയാണോടാ നിൻ്റെ നന്മ ചെയ്യല്? വേദയും അമ്മയൊക്കെ ഒന്നും മിണ്ടാതെ ആകെ ഷോക്കായി നിൽക്കുകയാണ്. ദീപ്തിക്കാണെങ്കിൽ സന്തോഷമാകുന്നുണ്ട് എല്ലാ സത്യവും എല്ലാവരും അറിഞ്ഞതിൽ. അച്ഛാ എനിക്ക് ചില സംശയങ്ങൾ തോന്നിയിരുന്നു എന്ന് ദീപ്തി പറയുകയാണ്. അതുകൊണ്ടാണ് ചേച്ചിയെ ഞാൻ വാച്ച് ചെയ്യാൻ തന്നെ തീരുമാനിച്ചത്. അല്ലാതെ ഒരിക്കലും ചേച്ചി ഇങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയായിരുന്നു. വേദേച്ചിക്ക് വിക്രം ചേട്ടനെ പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല അച്ഛാ, അതെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതും. ശ്രീകാന്ത് ദേഷ്യഭാവത്തിൽ ദീപ്തിയെ ഇങ്ങനെ പറയുമ്പോൾ നോക്കുന്നുണ്ട്. കാരണം ദീപ്തിയാണല്ലോ ഇതെല്ലാം കണ്ടുപിടിച്ചത്. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമായിരുന്നു ശ്രീകാന്ത് ഇങ്ങനെ ദീപ്തി ഇങ്ങനെ കണ്ടുപിടിക്കും, വാച്ച് ചെയ്യും, വീഡിയോ എടുക്കും എന്നൊന്നും ഒട്ടും വിചാരിച്ച കാര്യമായിരുന്നില്ല. അപ്പോൾ പത്മമ്മയാണെങ്കിൽ വളരെ സങ്കടത്തിൽ ശ്രീകാന്തിനോട് ചോദിക്കുകയാണ്, നിനക്ക് എങ്ങനെ ഇതിനൊക്കെ സാധിക്കുന്നു ശ്രീകാന്തേ? ഒരു വലിയ ഗുണ്ടയായില്ലേ നീ ഇപ്പോൾ? ഇങ്ങനെ തെറ്റായ മാർഗത്തിലൂടെയാണോ ഓരോന്നും ചെയ്യുന്നത്? ഒന്നില്ലെങ്കിൽ നിനക്ക് നമ്മുടെ അച്ഛനെങ്കിലും ഓർത്തുകൂടായിരുന്നോ? എന്തിനാ നീ ഇങ്ങനെ ചെയ്യുന്നത്? ശ്രീകാന്ത് അപ്പോഴും തൻ്റെ ഭാഗം ന്യായീകരിക്കാനാകും നോക്കുന്നത്. അച്ഛാ വേദയ്ക്ക് വിക്രത്തിനെ പോലെ ഒരു തെമ്മാടിയെ ചേരില്ല. ഞാൻ പലപ്പോഴായി വേദയെ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല. അതുകൊണ്ട് എൻ്റെ മുൻപിൽ ഈ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഈ സമയം ശങ്കരനാരായണൻ പറയുകയാണ്, ഇത്രയൊക്കെ നിനക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആര് കണ്ടു നാളെ നീ സ്വത്തിന് വേണ്ടി എന്നെയും എന്തെങ്കിലും ചെയ്യില്ലെന്ന്? അച്ഛാ അങ്ങനെയൊന്നും പറയല്ലേ അച്ഛാ. ഇത്രയൊക്കെ ചെയ്തു കുട്ടിയെ നിന്നോട് ഇങ്ങനെയല്ലാതെ മറ്റെങ്ങനെ സംസാരിക്കണം ഞാൻ? ഇതെല്ലാം നടന്നതിന് ശേഷം വേദ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അച്ഛാ ഞാൻ ശ്രീകാന്തേട്ടൻ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് വിക്രത്തെ വിട്ട് ഇങ്ങോട്ട് വന്നത്. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഞാൻ വന്നത്. ശ്രീകാന്തേട്ടനെയും വർഷേച്ചിയുടെ അച്ഛൻ്റെയും ഡ്രാമ പൊളിച്ച് തെളിവ് സഹിതം അച്ഛൻ്റെ മുൻപിൽ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഓരോ ദിവസവും എണ്ണി നീക്കുകയായിരുന്നു. അതിനു വേണ്ട അവസരങ്ങൾ നോക്കി ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. എങ്കിലല്ലേ എനിക്ക് എത്രയും പെട്ടെന്ന് വിക്രത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കുള്ളൂ. ആ തെളിവില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഡ്രാമ ചെയ്ത് ഇവിടെ പിടിച്ചു നിന്നത്. എൻ്റെ മനസ്സറിഞ്ഞ് എൻ്റെ ദീപ്തി ആ ദൗത്യം ചെയ്തപ്പോൾ ഞാൻ ആഗ്രഹിച്ച കാര്യം നടന്നു കഴിഞ്ഞു. എനിക്ക് വിക്രത്തെയും വിക്രത്തിൻ്റെ കുടുംബത്തെയും അത്രയ്ക്കും ഇഷ്ടമാണ്. അന്ന് വിക്രത്തിൻ്റെ അച്ഛനെ കിഡ്നാപ്പ് ചെയ്ത് മാറ്റിയപ്പോൾ ഞാൻ ശരിക്കും തകർന്നുപോയി. വിക്രത്തിൻ്റെ അച്ഛന് ഒന്നും സംഭവിക്കാതെ വീട്ടിൽ തിരിച്ചെത്തിക്കുക എന്നു മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും വലിയ ഡ്രാമ കളിക്കാനും തയ്യാറായത്. ഒന്നും എൻ്റെ ആഗ്രഹം പോലെയല്ല നടന്നത്. എൻ്റെ ചേട്ടനെന്ന് പറയുന്ന ഈ നീചം കാരണം എല്ലാം ചെയ്യേണ്ടി വന്നതാ. അന്ന് എന്നെയും ഗുണ്ടകളെ കൊണ്ട് കിഡ്നാപ്പ് ചെയ്ത് വിക്രത്തിൻ്റെ അച്ഛൻ്റെ വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തിയ ആ ദിവസം അന്ന് ഞാൻ തീരുമാനിച്ചതാണ്, ഇനി എനിക്ക് ഇങ്ങനെയൊരു ആങ്ങളെ ഇല്ലെന്നും എനിക്കിനി ഇങ്ങനൊരു ആങ്ങളയുടെ സ്നേഹം ആവശ്യമില്ലെന്നും. സ്വത്തിൻ്റെ പേരിലുള്ള ആ ഒരു കാര്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നതെങ്കിൽ എനിക്കുള്ളതെല്ലാം അച്ഛൻ വേണമെങ്കിൽ അയാൾക്ക് കൊടുത്തോളൂ. അച്ഛൻ ക്ഷമിക്കണം. അച്ഛൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ സ്വന്തം ചേട്ടനായ ശ്രീകാന്തേട്ടനെ അയാളെന്ന് വിളിക്കുന്നതിൽ. കാരണം അത്രയ്ക്ക് ഞാൻ വെറുത്തുപോയി അയാളെ. അതുകൊണ്ടാണ് അച്ഛാ, എന്നോട് ക്ഷമിക്കണം. എനിക്കിനി ഒന്നും വേണ്ട. എന്നെയും വിക്രത്തെയും ഒരുമിച്ച് ജീവിക്കാൻ മാത്രം അനുവദിച്ചാൽ മതി. അന്ന് വിക്രവും
അച്ഛനും എന്നെ കാണാൻ വന്ന സമയത്ത് ഞാൻ ശരിക്കും തകർന്നു പോയ ദിവസമായിരുന്നു. അന്ന് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അന്നെന്ന് മാത്രമല്ല, വിക്രത്തിൻ്റെ വീട് വിട്ട് വന്ന ആ ദിവസം മുതൽ എൻ്റെ ഉറക്കം നശിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ അത്രയ്ക്ക് അടുത്തുപോയി ആ ഒരു വീടുമായിട്ട്. എനിക്ക് ആദ്യം ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഞാനവിടെ എല്ലാവരുമായിട്ട് എൻ്റെ സ്വന്തം ബന്ധം പോലെ അത്രയും സ്നേഹിച്ചു പോയി. അന്ന് അച്ഛനെ സങ്കടപ്പെടുത്തി ഇവിടുന്ന് ഇറക്കി വിട്ടപ്പോൾ തന്നെ ഞാൻ ശരിക്കും തകർന്നു പോയി. പാവം അച്ഛൻ എന്നെ ഒരു മോളായിട്ടായിരുന്നു അവർ കണ്ടിരുന്നത്. ശരിക്കും എനിക്ക് അമ്മയെയും അച്ഛനെയും ഉപേക്ഷിച്ച് ഇവിടെ വന്നതിൽ ഒരുപാട് സങ്കടമുണ്ടായിരുന്നു. ഇനി അതെല്ലാം എനിക്ക് നികത്തണം. ഞാൻ കാരണം വിക്രം ഒരുപാട് മാറിയിട്ടുണ്ട്. അത് മാത്രമല്ല, എന്നോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് വിക്രം മാറാനും തയ്യാറായത്. ഞങ്ങൾക്ക് തമ്മിൽ പരസ്പരം സ്നേഹമുണ്ട്. പക്ഷെ ഞങ്ങളത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. വിക്രം സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് അങ്ങനെയെല്ലാം ആയതും. ഇനി അച്ഛൻ ഒരിക്കലും വിക്രത്തെ തെറ്റായിട്ട് കാണരുത്. എനിക്ക് യോജിച്ച ആൾ തന്നെയാണ് വിക്രം. വിക്രം മാത്രമല്ല അച്ഛാ, വിക്രത്തിൻ്റെ അച്ഛനും അമ്മയും എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും തരുന്ന അതേ സ്നേഹമാണ് അവരും തരുന്നത്. അതുകൊണ്ട് ഞാൻ എന്തുകൊണ്ടും ആ വീട്ടിൽ ഒരുപാട് സന്തോഷമായിട്ടാണ് കഴിയുന്നത് അച്ഛാ. അവിടെ ശ്രീജേടത്തി ആണെങ്കിലും എൻ്റെ ദീപ്തിയെ പോലെ തന്നെ എന്നെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിന്നുമാണ് ഇയാൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തിയത്. അതുമാത്രമല്ല അച്ഛാ ചെയ്തു വെച്ചിരിക്കുന്നത്, ഇത്രയൊക്കെ പോരാണ്ട് എന്നെ ഭീഷണിപ്പെടുത്തി ഡിവോഴ്സ് നോട്ടീസിൽ സൈൻ ചെയ്യിപ്പിച്ച് വാങ്ങിക്കുകയും ചെയ്തു. ഇതെല്ലാം കേട്ട ശങ്കരനാരായണൻ ദേഷ്യത്തോടെ ശ്രീകാന്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയും, ഇനി നീ വിക്രത്തിൻ്റെയും വേദയുടെയും ജീവിതത്തിൽ ഇടപെട്ട ഞാനായിരിക്കും നിന്നെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കുന്നത്. നോക്കി നിൽക്കാതെ എത്രയും പെട്ടെന്ന് ആ ഡിവോഴ്സ് നോട്ടീസ് എടുത്തു കൊണ്ടുവരാനാ നിന്നോട് പറഞ്ഞത്. ശ്രീകാന്ത് അങ്ങനെ നോട്ടീസ് എടുക്കാൻ പോകുന്നു. വേദയ്ക്കാണെങ്കിൽ എല്ലാ സത്യവും തെളിഞ്ഞതിലും വിക്രത്തിൻ്റെ വീട്ടിലേക്ക് വീണ്ടും പോകുന്ന സന്തോഷത്തിലും ആ ഒരു സന്തോഷക്കണ്ണീരിങ്ങനെ പൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വേദ കരയുന്നത് കാണുമ്പോൾ ദീപ്തി സമാധാനിപ്പിച്ചുകൊണ്ട് പറയും, ചേച്ചി ഇനി എന്തിനാ കരയുന്നേ? എല്ലാം ശരിയായില്ലേ? ചേച്ചിക്ക് ചേച്ചിയുടെ വിക്രം ചേട്ടനെ എത്രയും പെട്ടെന്ന് ഇനി കാണാലോ, വിക്രം ചേട്ടൻ്റെ അടുത്ത് പോകാലോ. ചെറിയൊരു സന്തോഷപ്പുഞ്ചിരി വേദയുടെ മുഖത്ത് കാണാം. അതേസമയം ശ്രീകാന്ത് നോട്ടീസ് എടുത്തുകൊണ്ട് വരും. ശങ്കരനാരായണൻ ശ്രീകാന്തിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി നോക്കിയ ശേഷം ശ്രീകാന്തിനെ നോക്കിയിട്ട് പറയും, നാണമുണ്ടോ നിനക്ക്? എനിക്ക് തന്നെ ലജ്ജ തോന്നുന്നു നീ എൻ്റെ മകനാണെന്നു പറയാൻ. ഇങ്ങനെ പറഞ്ഞ ശേഷം ശങ്കരനാരായണൻ ആ നോട്ടീസ് വലിച്ചു കീറുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് ദീപ്തിക്കും വേദയ്ക്കും ഒരുപാട് സന്തോഷമാകും. ശങ്കരനാരായണൻ ശ്രീകാന്തിനോടായിട്ട് പറയുകയാണ്, ഇനി മേലാൽ നിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഇതുപോലെ ആയിരിക്കില്ല ഞാൻ നിന്നോട് പെരുമാറുന്നത്.